അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 7ാം ക്ലാസ്സുകാർക്ക് അവസാനത്തെ പരീക്ഷ വ്യാഴാഴ്ച ലിസാനുൽ ഖുർആനാണ്. അതിൻ്റെ മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലിസാനുൽ ഖുർആനിലെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പാഠത്തിൻ്റെയും അവസാനമുള്ള തദ്രീബാത്തിലുള്ള ചോദ്യങ്ങൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. വേറെ ഒന്നും പുറത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. കാരണം ഈ കഴിഞ്ഞ പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നതിന് ശേഷം പിന്നെ 5ാം ക്ലാസ്സിലായാലും 4ാം ക്ലാസ്സിലായാലും 3ൽ എല്ലാം ചോദ്യങ്ങൾ തദ്രീബാത്തിൻ്റെ ചോദ്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അത് വൃത്തിക്ക് പഠിക്കുക. അത് പഠിച്ചാൽ തന്നെ ഈ പുതിയ പുസ്തകത്തിൽ ലിസാനുൽ ഖുർആനും ഫിഖ്ഹും നല്ല മാർക്ക് വാങ്ങാം. കാരണം ഫിഖ്ഹും ലിസാനും അങ്ങനെ തന്നെ ചോദ്യം വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ലിസാനുൽ ഖുർആന് ഇങ്ങനെ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ് എന്ന് വിചാരിച്ച് ആരും ഇരിക്കേണ്ട. ഒരു പ്രശ്നമല്ല. നിങ്ങൾ ലിസാനുൽ ഖുർആനിലെ ചോദ്യോത്തര സെഷൻ നന്നായി പഠിക്കാം. നോക്കുക, ഹളറൽ ജമീഉ അൽ ജമീഉ ഡാഷ്. ഇപ്പോൾ ഫായില് മഫ്ഊല് ഫിഅല്. ഫായിൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അതായത് ഒരു പണി ചെയ്യുന്ന ആള്, അയാളാണ് ഫായിൽ എന്ന് പറയാം. ഒരു പണിക്കാണെന്ന് പറയുക ഫിഅൽ എന്ന് പറയാം. പിന്നെ അപ്പോൾ ആരാണ് ഫായില്? ആ പണി ചെയ്ത ആള്. അപ്പോൾ ഇവിടെ ജമീ പ്രസൻ്റായി, എല്ലാവരും പ്രസൻ്റായി. അപ്പോൾ ആരാണ് പ്രസൻ്റ് ആയത്? എല്ലാവരും. അപ്പോൾ അതാരാണ്? ഫായിൽ. അപ്പോൾ ജമീഉ ഫായിലുൻ, ഫായിലാണ്. അടുത്ത് ഗസല അസിയാബ. സിയാബ് പറഞ്ഞ വസ്ത്രം. അപ്പോൾ ഗസല സിയാബ പറഞ്ഞ വസ്ത്രം കഴുകി. ആര് കഴുകി? ഇവിടെ ആരൊക്കെ ഉണ്ട്? ഉമ്മ്, അബ്, ഉഖ്ത്. ഇപ്പം നമ്മൾ നോക്കേണ്ടത് ഉമ്മയും ഉഖ്തും പെണ്ണാണ് അല്ലേ? ഉമ്മ പെണ്ണാണ്, ഉഖ്തും പെണ്ണാണ്. പിന്നെ ആണായിട്ടുള്ള ആരാ ഉള്ളത്? അബ് മാത്രമേ ഉള്ളൂ. ഇവിടെ പെണ്ണായിരുന്നെങ്കിൽ ഇവിടെ പെണ്ണിൻ്റെ അടയാളം വേണം. മനസ്സിലായോ? ഈ ഫിഅലിൽ എന്ത് വേണം? പെണ്ണിൻ്റെ അടയാളം. എന്താ പെണ്ണിൻ്റെ അടയാളം? ഒരു താ ഉണ്ടാവണം. ഗസലത്ത് എന്ന് വേണം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പെണ്ണിൻ്റെ അടയാളമല്ല, അപ്പോൾ ഇവിടെ പെണ്ണല്ല എന്ന് ഉറപ്പായി. അപ്പോൾ പിന്നെ ഇവിടെ ആരാണുള്ളത്? അബ്. അപ്പോൾ ഗസലൽ അബു അസിയാബ. അടുത്ത ചോദ്യം, തഖറഉൽ ജരീദത അൽ ജദ്ദു അൽ ജദ്ദത്തു അൽ ഉസ്താദു. ഇവിടെ എത്ര ആണുങ്ങളുണ്ട്? ഇവിടെ 2 ആണുങ്ങൾ. അൽ ജദ്ദു അൽ ഉസ്താദ് 2 ആണുങ്ങൾ. ജദ്ദത്ത് പറഞ്ഞാൽ ഉമ്മാമ, അത് പെണ്ണ്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ ആണാണോ പെണ്ണാണോ അടയാളം ഉണ്ടോ നോക്കുക. ഇവിടെ താ ഉണ്ട്, അപ്പോൾ പെണ്ണിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇവിടെ ഏത് കൊടുക്കണം? തഖറഉൽ ജദ്ദത്തു അൽ ജരീദത. ഇനി ജദ്ദോ ഉസ്താദോ ആണെങ്കിൽ എന്ത് വേണം? യഖറഉ എന്നാ വേണ്ടി. യഖറഉൽ ഉസ്താദു അൽ ജരീദത്ത എന്നാ വേണ്ടത്. ഓക്കെ. അടുത്തത് അൽ ഹബലു ഡാഷ് ഖുതിഅ, പിന്നെ അല്ല ഖുതഅ ഖുതിഅ ഖതിഅ. അപ്പോൾ അതായത് മാളിയായ ഫിഅലിനെ നമ്മൾ മജ്ഹൂലാക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? അവസാനത്തെ തൊട്ടുമുമ്പുള്ള അക്ഷരത്തിന് കസ്ർ കൊടുക്കലാണ് അല്ലേ? ഫഅല ഫുഇല. അപ്പോൾ ഖതഅ എന്താ വേണ്ടത്? ഖുതിഅ എന്നാവേണ്ട. അപ്പോൾ ഏതാ ശരി? നടുവിലാണ് ശരി. അടുത്ത് അലിംതു ഡാഷ് അത്വാലിബ നാജിഹുൻ ലൈത ലാകിന്ന അന്ന. അപ്പോൾ ലൈത്ത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആയിരുന്നെങ്കിൽ. ലാകിന്ന പറഞ്ഞാൽ പക്ഷേ, അന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും. പിന്നെ ഏതായാലും ഇന്ന അന്ന ലാക്കിന്ന ലൈത്ത ലായലൻ്റെ ഒക്കെ ഒരു പ്രവർത്തനം ഉണ്ട്. അതെന്താ? ഈ ഇന്ന വന്നതിന് ശേഷമുള്ള അടുത്ത വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹായിരിക്കും. അതിന് തൊട്ടപ്പുറത്തുള്ള വാക്കിൻ്റെ അവസാനത്തിന് എന്തായിരിക്കും? ലമ്മു ആയിരിക്കും. കണ്ട, അത്വാലിബ നാജിഹുൻ. ഇവിടെ അവസാനത്തെ അക്ഷരം ബാഗ്, അതിന് ഫതഹ അല്ലേ? ഇവിടെ അവസാനത്തെ അക്ഷരം ഹാഗ്, അതിന് ലമ്മല്ലേ? കണ്ടോ? അപ്പോൾ ഫതവും ലമ്മു വന്നു. അപ്പോൾ ഇവിടെ ഈ ലൈത്ത ലാക്കിന്ന അന്ന ഇത് 3ൽ ഏതെങ്കിലും ഒന്നാ കൊടുക്കേണ്ടത്. അത് ഉറപ്പായി. ഇനി ഇതിലേത് കൊടുക്കണം എന്ന് എങ്ങനെ നോക്കുക? അർത്ഥം നോക്കണം. അലിംതു പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി. എന്ത് മനസ്സിലാക്കി എന്നാണ്? അപ്പോൾ അന്ന ത്വാലിബ നാജിഹുൻ, അല്ലെങ്കിൽ ലൈത്ത ത്വാലിബ നാജിഹുൻ, അല്ലെങ്കിൽ ലാക്കിന്ന. ലാക്കിന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷിൽ ബട്ട് എന്ന് പറയും, അതായത് പക്ഷേ. അങ്ങനെ ഒരു പക്ഷേ പറയേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ന് മഴ പെയ്തു പക്ഷേ ഞാൻ സ്കൂളിൽ പോയി എന്ന് പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പക്ഷേ പറയുക. ഇവിടെ അങ്ങനത്തെ ഒരു പക്ഷേൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ലൈത്ത ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഞാൻ വലിയ എന്താണ് സമ്പന്നനായിരുന്നെങ്കിൽ ഇങ്ങനെ ആഗ്രഹിക്കലാണ് ഇവിടെ. ഇവിടെ അതുമല്ല. അങ്ങനെയാണെങ്കിലാണ് ലൈത്ത് ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ ഏറ്റവും നല്ലത് ഏതാണ്? അന്ന. അപ്പോൾ അലിംതു അന്ന ത്വാലിബ നാജു. അടുത്ത ജംഅ ഇദാനാണ്. ഇതാ സായിർ സുവാർ, പിന്നെ താജിർ തുജാർ,
പിന്നെ ദലീല് ദലായില്, മൽബസ് മലാബിസ്. അടുത്ത് ഖരീബ് അഖാരിബ്. കണ്ടോ, ഇവിടെയാണ് അതുള്ളത്. മൽബസ് മലാബിസ് ഖരീബ് അഖാരിബ്. ഓക്കെ. അടുത്തത് നക്തുബുൽ ജവാബ അൽ ഫീലു മാഹുവ. ഫീല് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ ചോദ്യം അൽ ഫായിലു മാഹുവ. ഫായിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ ചോദ്യം അൽ മുബ്തദ. മുബ്തദ പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അറബിയിൽ തന്നെ എഴുതണം. ഫീല് പറഞ്ഞാൽ എന്താ? കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ. അതായത് ഒരു പ്രത്യേക സമയത്തിൻ്റെ മേലിൽ ഒരു പ്രവർത്തനം ഉണ്ടായി എന്ന് അറിയിക്കുന്ന വേർഡ്. വേർഡ് പറഞ്ഞാൽ എന്താ? വാക്ക്. അപ്പോൾ കലിമത്തുൻ പറഞ്ഞാൽ വാക്ക്. തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ. അതങ്ങനെ തന്നെ ചൊല്ലി പഠിക്കുക. കലിമത്തുൻ തദുല്ലു അലാ ഹുസൂലി അമലിൻ ഫി സമനിൻ ഖാസിൻ. അടുത്ത ഫായിൽ പറഞ്ഞാൽ ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅലു. ആരിൽ നിന്നാണ് പ്രവർത്തനം സംഭവിച്ചത് എന്നറിയിക്കുന്ന ഒരാളുടെ പേര് അല്ലെങ്കിൽ വസ്തുവിൻ്റെ പേര്. അതാണ് എന്ത്? ഫായിൽ. ഇസ്മുൻ മർഫൂഉൻ യദുല്ലു അലാ മൻ വഖഅ മിൻഹുൽ ഫിഅലു. അടുത്ത മുബ്തദ എന്താണെന്നാണ്. മുബ്തദന്റെ ഉത്തരം എന്താ? മുബ്തദഉ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയ്യ. അത് വളരെ സിമ്പിളാണ് അല്ലേ? ഈ ഫായിലിൻ്റെ അവിടെയും ഇസ്മുൻ മർഫൂ എന്ന് പറഞ്ഞു, അതേപോലെ ഇവിടെ ഉണ്ട് ഇസ്മുൻ മർഫൂ. അപ്പോൾ അത് പഠിക്കാൻ എളുപ്പമാണ്. അൽ മുബ്തദഉ ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയ്യ. ഇസ്മിയായ സെൻറ്റൻസിൻ്റെ ആദ്യത്തിലുള്ള റഫ് ചെയ്യപ്പെട്ട ഇസ്മ്. ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയ്യ. ഇസ്മുൻ മർഫൂഉൻ ഫി അവ്വലിൽ ജുംലത്തിൽ ഇസ്മിയ്യ. അടുത്ത ചോദ്യം അഖവാത്തു ഇന്ന മാഹിയ. കണ്ട, അഖവാത്തു ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലൈത്ത ലാല. ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലൈത്ത ലാല. ഇതിലെല്ലാം ഇന്ന അന്ന അന്ന എന്നുണ്ടല്ലേ? ഇന്ന അന്ന ക അന്ന ലാക്കിന്ന. ഇത് നാലെണ്ണത്തിലും ഇന്ന അന്ന അന്ന എന്നുണ്ട്. പിന്നെ ലൈത്ത ലാലേ ഉള്ളൂ. അപ്പോൾ ഇന്ന അന്ന ക അന്ന ലാക്കിന്ന ലൈത്ത ലാല. അത് സെറ്റായില്ലേ? അടുത്തത് അഖവാത്തു ഇന്ന പഠിച്ചു. അടുത്ത് സഹിഹിൽ ഖതാ, തെറ്റ് ശരിയാക്കാനാ. ഇന്നല്ലാഹു തവ്വാബൻ. അങ്ങനെയാണോ വേണ്ടി? അല്ല. പിന്നെ എന്താ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം എന്നറിയോ? ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന വന്നു. ഇന്ന വന്നാൽ തൊട്ടപ്പുറത്തുള്ള വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് വേണം? ഫതഹ് വേണം. ഇവിടെ ഫതഹാണോ? അല്ല, ഹൂ എന്നാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് ഹാ എന്നാക്കണം. ഇന്നല്ലാഹ. അതേപോലെ ഇവിടെ തവ്വാബൻ എന്നുള്ളത് എന്താക്കണം? തവ്വാബുൻ എന്നാക്കണം. അടുത്ത് ലഅല്ലൽ മരീളു നായിമൻ. ഇവിടെ എന്താ വേണ്ടി? ലഅല്ലൽ മരീള നായിമുൻ. അടുത്ത അറബി ആക്കാനാണ്. തീർച്ചയായും അറിവ് വെളിച്ചമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായും എന്നുള്ളതിൻ്റെ ഒരു അറബി ഉണ്ട്. അതെന്താണ്? ഇന്ന. അപ്പോൾ അറിവ് എന്നുള്ളതിന് നമുക്കെല്ലാവരും അറിവാണ്. അപ്പോൾ ഇന്നൽ ഇൽമ നൂറുൻ. ഇന്നൽ ഇൽമ നൂറുൻ. അടുത്ത കുട്ടി പിതാമഹനെ സന്ദർശിച്ചു. അപ്പോൾ കുട്ടി എന്നുള്ളതിന് എന്താ പറയുക? വലത്. സന്ദർശിച്ചു എന്നുള്ളതിനോ? സാറ. അപ്പോൾ ആദ്യം സാറ പറയാം. സാറൽ വലതു ജദ്ദഹു. കണ്ട, നമ്മളെ പുസ്തകത്തിലുള്ള അതേ ചോദ്യമാണ്. സാറ തിഫ്ലു അൽ ജദ്ദ. കുട്ടി എന്ത് ചെയ്തു? പിതാമഹനെ സന്ദർശിച്ചു. അപ്പോൾ തിഫ്ലു എന്ന് പറയാം, വലത് എന്ന് പറയൊക്കെ ഇപ്പോൾ ശരി തന്നെ. സാറ തിഫ്ലു അൽ ജദ്ദ. അടുത്തത് നുക്കമ്മിനുൽ ജദ്വല. ഈ പെട്ടി പൂർത്തിയാക്കാനാണ്. എന്താണ്? ഇവിടെ ജുംല കൊടുത്തിട്ടുണ്ട്. ഇത് ഫിയല്, അത് മഫ്ഊല്, ഇത് ഫായില്. സാധാരണ ഇവിടെയാണ് ഫായിൽ വരലില്ലേ? ഇത് നേരെ ഫായിൽ ഇവിടെ കൊടുത്തു. ഏതായാലും ആയിക്കോട്ടെ. അപ്പം എന്താണ്? സനഅത്തിൽ ഉമ്മു ത്വആമൻ. ഉമ്മ ഭക്ഷണം തയ്യാറാക്കി. അപ്പോൾ ഇവിടെ ഉമ്മ എന്ന് പറഞ്ഞൊരു ഇസ്മാണല്ലോ, അത് ഉറപ്പായി. അപ്പോൾ അതെന്താണ്? ഫായിലാണ്. ഉമ്മയാണ് തയ്യാറാക്കണം. അപ്പോൾ ഉമ്മ ഫായില്. എന്താ തയ്യാറാക്കി? ത്വആമ്. അപ്പോൾ എന്താണ്? മഫ്ഊല്. ഫീൽ ഏതാണ്? സനഅത്തി. അടുത്ത് ലഖിയ സ്വാലിഹുൻ അൽ അസ്ദിഖ. നിങ്ങൾക്ക് എളുപ്പമുള്ള നിങ്ങൾ പറയും. ഇതിലൊരാളെ പേരുണ്ട്. ആരാ? സ്വാലിഹ് ഉണ്ട്. ഇനി ഫായിലിൻ്റെ ഒരു അടയാളുണ്ട്. അതെന്താണെന്നറിയോ? ഈ ഫേല് കഴിഞ്ഞിട്ടുള്ള വാക്കാണ് ഫായിൽ വരിക. അപ്പോൾ അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മായിരിക്കും. കണ്ടോ? സ്വാലിഹുൻ. ഇനി നോക്ക്, ഇവിടെ കണ്ടോ? തു. പിന്നെ ഇവിടെ കണ്ടോ? അബു. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് വരുന്നതാണ് എന്ത് വരിക? ഫായിൽ വരിക. അത് മനസ്സിലാക്കിയാൽ മതി. അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് വരുന്ന വാക്കായിരിക്കും ഫായിൽ വരിക. അപ്പം നിങ്ങൾ പറയില്ലൊക്കെ സ്വാലിഹുൻ അൽ അസ്ദിഖ എന്നുള്ളിടത്ത് ആരെ ഫായിൽ? സ്വാലിഹാണ് ഫായിൽ. അസ്ദിഖ എന്താണ്? മഫ്ഊൽ. ഇനി പറഞ്ഞാൽ മഫ്ഊലിൻ്റെ അടയാളം എന്താ? അവസാനത്തെ അക്ഷരമല്ലേ? ഈ അവസാനത്തെ അക്ഷരത്തിന് എന്തുണ്ടാവും? ഫതഹ് ഉണ്ടാവും. ഇവിടെ നോക്കുക, സനാത്തിൽ ഉമ്മു ത്വആമൻ. ഇവിടെ ഉമ്മാക്ക് അവസാനം ലമ്മുണ്ട്, ത്വആമിൻ്റെ അവസാനം ഫതഹ് ഉണ്ട്. അപ്പോൾ ഇത് ഫായിൽ, ഇത് മഫ്ഊൽ. അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതായത് വാക്കിൻ്റെ അവസാനം ലമ്മാണെങ്കിൽ ഫായിലും വാക്കിൻ്റെ അവസാനം ഫതഹ് ആണെങ്കിൽ എന്താണ്? മഫ്ഊലും.
അപ്പോൾ സ്വാലിഹ് ഫായിലും അസ്തിഖ മഫൂലും. അടുത്ത ലബിസത്ത് സ്വാലിഹത്തുൽ മലാബിസ, ഏതാ? ഇത് ഫായിൽ, ഇത് മഫൂല്. ഖറ അൽ ഖുർആന അൽ അബു, കണ്ടോ ഇവിടെ ഫായിലൂടെ ഇതാണ് ഫായിൽ, കാരണം ഇവിടെയാണ് എന്തുള്ളത്? ദമ്മുള്ളത്. ഇത് മഫൂല്. സറ അൽ ബഖല മുഹമ്മദുൻ, ഇവിടെ ഏതാ മഫൂല്? ഇത് മഫൂലും ഇത് ഫായിലും, മുഹമ്മദ് ഫായിൽ. അടുത്ത് എന്താണ്? മലയാളം പറയാനാണ്. അൽ ബൈത്തു ജദീദുൻ, അൽ ബൈത്തു ജദീദുൻ എന്താ? വീട് പുതിയതാണ്. ലാക്കിന്നൽ ബാബ ഖദീമുൻ, പക്ഷേ വാതിൽ എന്താണ്? പഴയതാണ്. ലൈത്ത തുറാബു ദഹബുൻ, ലൈത്ത തുറാബു ദഹബുൻ. ഈ ചോദ്യത്തിൽ തെറ്റുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായോ? എന്താ? ഇവിടെ ഫത്തയല്ലേ വേണ്ടി, നമ്മൾ പഠിച്ചതല്ലേ ഇപ്പോൾ. ഇന്ന അന്ന കാന്ന ലാക്കിന്ന ലൈത്ത ഒക്കെ എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്തുള്ള വാക്കിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ത കൊടുക്കണം. അപ്പോൾ തുറാബ എന്നാ വേണ്ടി. അപ്പോൾ ശരിയല്ല. അപ്പോൾ അതെന്താ ഇതിൻ്റെ അർത്ഥം? മണ്ണ് സ്വർണ്ണമായിരുന്നെങ്കിൽ. അസ്സമാ സോഫിയത്തുൻ, അല്ല അസ്സമാഉ സോഫിയത്തുൻ, എന്തർത്ഥം? ആകാശം തെളിഞ്ഞതാണ്. സജനൽ മലിക്കു യൂസുഫ് അലൈഹിസ്സലാം, രാജാവ് യൂസുഫ് നബി അലൈഹിസ്സലാമിന് എന്ത് ചെയ്തു? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിൽ അടച്ചു. അപ്പോൾ ഇതാണ് മോഡൽ ചോദ്യപേപ്പർ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഓരോ പാഠത്തിൻ്റെയും തദ്രീബാത്തുകൾ ഉണ്ടല്ലോ, അത് നന്നായി പഠിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ കഴിയും. ലിസാൻ വളരെ സിമ്പിളായിരിക്കും. എനിക്കിനി ഇതിൻ്റെ റിവിഷൻ, അതായത് ഓരോ പാഠത്തിൻ്റെയും തദ്രീബാത്ത് മാത്രം നോക്കിയിട്ട് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ സ്വന്തമായി നോക്കുക ഇൻഷാ അല്ലാഹ്.